ശബരിമലയിൽ മകരവിളക്കിനുള്ള പാസുകൾ മറിച്ചു വിൽക്കുന്നത് അനുവദിക്കില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഇതിനായി ഫോട്ടോ പതിപ്പിച്ച പാസുകൾ നൽകും. മുറികൾ എടുത്ത ശേഷം കൂടിയ വിലയ്ക്ക് മറ്റുള്ളവർക്ക് നൽകുന്നതും അനുവദിക്കില്ല. മുറികൾ ബുക്ക് ചെയ്യുന്നതിനായി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തും. മുറിയിൽ താമസിക്കാൻ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. കുറച്ചു മുറി മാത്രം നമ്മുടെ സ്വന്തം ആവശ്യത്തിനും ഗവൺമെന്റ് ആവശ്യത്തിനും മാറ്റിവെച്ചിട്ട് ബാക്കി എല്ലാ മുറിയും ഓൺലൈനിൽ മാത്രമേ ബുക്കിംഗ് അനുവദിക്കുകയുള്ളൂ. ആരെങ്കിലും താമസിക്കുന്നു എന്നുള്ളതിന്റെ ID പ്രൂഫോട് കൂടി മാത്രമേ താമസിക്കാൻ അനുവാദം കൊടുക്കുകയുള്ളൂ എന്നും നമ്മൾ നിർബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആർക്ക് വേണോ മുറി കൊടുക്കാം, പ്രൊവൈഡഡ് അത് ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കണം. നിങ്ങൾ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് പോലും നമ്മുടെ ID കാണിച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. പിന്നെ താമസിക്കാൻ മുറി എടുക്കുമ്പോൾ ID കാണിക്കണം എന്ന് പറഞ്ഞതിനകത്ത് വലിയ വിരോധം തോന്നേണ്ട കാര്യമില്ല. അത് നിർബന്ധമായിട്ടും ഓൺലൈനിൽ എല്ലാ മുറിയും അവൈലബിൾ ആക്കുന്ന തരത്തിൽ സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങളൊക്കെ വരുത്തി 10 തീയതി മുതൽ അത്തരത്തിലുള്ള ഒരു ബുക്കിങ്ങിലേക്ക് കടക്കും. മറ്റൊന്ന് ഈ മകരവിളക്ക് കാണാനുള്ള പാസ്സാണ്. ആ പാസ് കൊടുക്കുന്നത് തിരുമുറ്റത്ത് നിൽക്കാൻ ഒരു പാസ്, ഫ്ലൈ ഓവറിൽ നിൽക്കാൻ എംപ്ലോയീസിനും ബാക്കിയുള്ളവർക്കും എല്ലാ പാസ്. അപ്പൊ എംപ്ലോയീസിന് നമ്മൾ പാസ് കൊടുക്കുന്നില്ല, അവരുടെ ബാഡ്ജ് തന്നെ മതി അവർക്ക് ഇവിടെ കയറാൻ, പാസിന്റെ ആവശ്യമില്ല. അല്ലാതെയുള്ളവർക്ക് പാസ് കൊടുക്കുന്നതിന് തിരുമുറ്റത്ത് നിൽക്കുന്നതിന് ഗോൾഡൻ പാസ്, മറ്റത് സിൽവർ പാസ്. അത് ഫോട്ടോ പാസ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഫോട്ടോ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ തന്നെ ഫോട്ടോ എടുക്കും, തൽക്ഷണം ഫോട്ടോ പതിപ്പിക്കാനുള്ള ഏർപ്പാട് നടത്തുന്നതായിരിക്കും. ഒരു കാരണവശാലും ഒരു പാസ് വാങ്ങിച്ചിട്ട് അത് മറ്റൊരാളിന് കൈമാറ്റം ചെയ്യാനോ കാശ് വാങ്ങിക്കാനോ ഒന്നും അനുവദിക്കുന്നതല്ല.